കണ്ണൂരിൽ എമ്പുരാന്റെ വ്യാജ പതിപ്പ് പിടികൂടി. പാപ്പനശ്ശേരി സ്വദേശി പ്രേമന്റെ ഉടമസ്ഥതയിലുള്ള ജനസേവന കേന്ദ്രത്തിൽ നിന്നാണ് പിടികൂടിയത്. ലാപ്ടോപ്പുകളും ഹാർഡ് ഡിസ്കുകളും പിടിച്ചെടുത്തു. സേവന കേന്ദ്രത്തിലെ ജീവനക്കാരി കീരിയാട് സ്വദേശി രേഖയെ കസ്റ്റഡിയിലെടുത്തു. വ്യാജ കോപ്പികൾ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഇൻഫർമേഷൻ. ജനസേവന കേന്ദ്രം അക്ഷയയുടെ പാരലായി നടത്തുന്ന ഒരു സ്വകാര്യ വ്യക്തി നടത്തുന്ന ഓൺലൈൻ സർവീസ് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. തമ്പുരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് അതിൻ്റെ പേര്. അവിടെ അതിൻ്റെ നിയമ നടപടിയൊക്കെ പൂർത്തിയാക്കി പരിശോധന നടത്തിയപ്പോൾ എമ്പുരാൻ്റെ ഡൗൺലോഡ് ചെയ്ത കോപ്പി, സിനിമയുടെ മുഴുനീള കോപ്പി അവിടെ കാണപ്പെടുകയും അത് ഡീറ്റെയിൽ ആയി പരിശോധിക്കുകയും അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സീസ് ചെയ്യുന്ന നടപടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതിൻ്റെ വിശദമായ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്തതെന്നും ഇതിൻ്റെ പിറകിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷണം മധ്യേ ബാക്കി കണ്ടെത്തേണ്ടതുണ്ട്. സുനിൽ ഐസക് ചേർന്നു. സുനിൽ, കൂടുതൽ വിവരങ്ങൾ. ധന്യ, എമ്പുരാൻ സിനിമയുടെ വ്യാജ പ്രിന്റ് ഇറങ്ങിയിരിക്കുന്നു എന്ന വാർത്ത നേരത്തെ തന്നെ അത്തരമൊരു പരാതി എന്ന നിലയ്ക്ക് നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ ഇതാദ്യമായിട്ടാണ് സംസ്ഥാനത്ത് എമ്പുരാൻ സിനിമയുടെ വ്യാജ പ്രിന്റ് പിടികൂടുന്നത്. അതായത് പാപ്പിനിശ്ശേരിയിൽ, കണ്ണൂരിനടുത്ത പാപ്പിനിശ്ശേരിയിലെ ഒരു ജനസേവന കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരത്തിൽ വ്യാജ പ്രിന്റുകൾ പിടികൂടുന്നത്. അതായത് അത് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്ത് നൽകുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരമൊരു രഹസ്യ വിവരം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിരാജിന് ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളപട്ടണം SHOയ്ക്ക് വിവരം കൈമാറുകയും അവരുടെ നേതൃത്വത്തിൽ പാപ്പിനിശ്ശേരിയിലെ തമ്പുരു കമ്മ്യൂണിക്കേഷൻ എന്ന ജനസേവന കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് നടത്തുകയും ചെയ്തു. ആ റെയ്ഡിലാണ് ഹാർഡ് ഡിസ്കുകളിൽ ഇതിൻ്റെ കോപ്പി സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടെത്തുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സേവന കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാരിയായ കീരിയാട് സ്വദേശി രേഖ എന്ന സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇത് ഒരു പ്രേമൻ എന്ന് പറയുന്ന പാപ്പിനിശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ളതാണ് ഈ സ്ഥാപനം. പക്ഷേ അയാൾക്ക് ഇത്തരത്തിൽ ഈ വ്യാജ പ്രിന്റ് കോപ്പി ചെയ്ത് കൊടുക്കുന്നു എന്ന വിവരം അറിയാമായിരുന്നു എന്ന വിവരം കൃത്യമായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ജീവനക്കാരിയാണിത് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ പെൻഡ്രൈവുകളിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും ഇതിൻ്റെ പ്രിന്റ് പകർത്തി നൽകിയിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഇതിൻ്റെ ലാപ്ടോപ്പുകളടക്കം അവിടെ നിന്ന് പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ സൈബർ ടീം ഇത് സംബന്ധിച്ച വിശദമായ പരിശോധന ഇപ്പോൾ വളപട്ടണം സ്റ്റേഷനിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ധന്യ.